വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് വി.എസ്. ചികിത്സയിൽ തുടരുന്നത്. ഷിജോ കുര്യനോട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട വി.എസിന്റെ മെഡിക്കൽ ബുള്ളറ്റിൻ എന്താണ് പറയുന്നത്? കഴിഞ്ഞ മാസം 23-ാം തീയതി ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള വിവരമാണ് മെഡിക്കൽ ബുള്ളറ്റിൻ നൽകുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് മകൻ അരുൺകുമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് ആശുപത്രി അധികൃതർ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചില കേന്ദ്രങ്ങളിൽ നിന്ന് വി.എസ്. അച്യുതാനന്ദന്റെ ഡയാലിസിസിന് ശേഷം അദ്ദേഹം ശ്വസിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ICUവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് വി.എസ്. അച്യുതാനന്ദന്റെ ചികിത്സ തുടർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഇതുവരെയും കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ല എന്ന് തന്നെയാണ് ആശുപത്രി കേന്ദ്രങ്ങളിൽ നിന്ന് ചില അധികൃതർ നൽകുകയും ചെയ്യുന്ന വിവരം. മെഡിക്കൽ ബുള്ളറ്റിനും പറയുന്ന കാര്യം അത് തന്നെയാണ്. വി.എസ്. അച്യുതാനന്ദന്റെ നില കഴിഞ്ഞ 23-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് 101 വയസ്സുകാരനായിട്ടുള്ള CPM-ന്റെ മുതിർന്ന നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി.എസ്. അച്യുതാനന്ദനെ ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.